ഇതാ ഇതാ കണ്ട ചിക്കൻ കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ പെരട്ടായിട്ടാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. പുട്ടിൻ്റെ കൂടെയൊക്കെ കണ്ട ദോശയുടെ കൂടെയും കഴിക്കാൻ റെഡിയായി വരണേ ഉള്ളൂ. കൊച്ചിലെ മുതലേ ഭയങ്കര ആഗ്രഹമാണ് ഫുഡ് ചെയ്യാനായിട്ടൊക്കെ. അത് പിന്നെ ഫാമിലിയിൽ അച്ഛനൊക്കെ കാറ്ററിംഗ് ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം അത് കണ്ട് ഫുഡ് ചെയ്യാനുള്ളൊരു ഇത് വന്നു. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യണം. പിന്നെ ഓട്ടോമൊബൈലായിരുന്നു, അതിപ്പോൾ നിർത്തിയിട്ടാണ് ഫുഡിലോട്ട് വന്നത്. പ്രൈവറ്റ് ജോബിനെക്കാട്ടിലും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. അതെ, ഇതാണ് നമ്മുടെ 80 രൂപേൻ്റെ കോംബോ. ഇങ്ങനെ ഒരു പുട്ടും ഇത്രയും ചിക്കൻ പെരട്ടും കൂടെയാണ് ഇതിനകത്ത് വരുന്നത്. അതും നിറച്ച് ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടാട്ടോ. ഇതാണ് 50 രൂപയ്ക്കുള്ള കോംബോ. 3 ദോശ, രസവട, പപ്പടം, ഓംലേറ്റ്, ഇത് മുളക് കറി, അല്ലാണ്ട് നമ്മളെ തേങ്ങ ചമ്മന്തി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഈ സ്ഥലത്തിന് പറയാം വെള്ളായണി എന്നാണ് കേട്ടോ. അതായത് വെള്ളായണി കാർഷിക കോളേജിൻ്റെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ തട്ടുകട, ഗായത്രിയാണ് കട നടത്തുന്നത്. 50 രൂപയ്ക്കും 80 രൂപയ്ക്കും ഒക്കെ വയറ് നിറച്ച് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം. ശരിക്കും ഗ്യാസിൻ്റെ ഇഷ്യൂ ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വിറകടുപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാനേജ് ചെയ്യുകയാണ്. കുറച്ച് ദിവസം അടച്ചിട്ടു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴും വിലയൊന്നും കൂട്ടിയിട്ടില്ല. 50 രൂപയ്ക്ക് ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു കോംബോ ഉണ്ടല്ലോ, ദോശ, രസവട, ചമ്മന്തി, ഓംലേറ്റ്, പപ്പടം ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ചേർത്ത് 50 രൂപയ്ക്ക് കിട്ടും. അതുപോലെ തന്നെ ചിക്കനും പുട്ടും ഒക്കെ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഞാനിവിടേക്ക് വരുന്നത് കാർഷിക കോളേജിൽ പഠിക്കുന്ന, ഇവിടെ വെള്ളായണി കാർഷിക കോളേജിൽ പഠിക്കുന്ന അക്ഷയ അയച്ചൊരു മെസ്സേജ് കണ്ടേച്ച് ഇവിടെ വന്ന് നല്ല ഭക്ഷണമാണ്. കാരണം ഇത്ര ഉറപ്പിച്ച് പറയണതെന്ന് വെച്ചാൽ ഞാനിവിടെ വന്ന് കഴിച്ച് കുറേ നേരം ഇവിടെ ഇരുന്ന് ഗായത്രിയോട് വിശേഷമൊക്കെ പറഞ്ഞിട്ട് പോയി 2 ദിവസം മുന്നേ. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കും. ഞാൻ ഇവിടുന്ന് ചിക്കൻ പെരട്ട് പാഴ്സലും മേടിച്ചുകൊണ്ട് പോയി. സൂപ്പറായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇപ്പം എത്ര നാളായി തട്ടുകട? ഞാനിതിപ്പോൾ 1 വർഷമാവുന്നു. എങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത് കൊച്ചിലെ മുതലേ ഭയങ്കര ആഗ്രഹമാണ് ഫുഡ് ചെയ്യാനായിട്ടൊക്കെ. അത് പിന്നെ ഫാമിലിയിൽ അച്ഛനൊക്കെ കാറ്ററിംഗ് ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം അത് കണ്ട് ഫുഡ് ചെയ്യാനുള്ളൊരു ഇത് വന്നു. നമുക്ക് ആസ്വദിച്ച് ജോലി. അതെ. പിന്നെ വരുന്നവരൊക്കെ പറയൂലേ അപ്പം തന്നെ അഭിപ്രായങ്ങൾ? അതെ പറയുന്നു. ഒരുപാട് പേര് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നമുക്കിവിടെ കൂടുതലും സപ്പോർട്ട് കുട്ടികളാണ്. കോളേജിലെ പിള്ളേരാണ് നമുക്ക് അത്രയും സപ്പോർട്ട് വരുന്നത്. പിന്നെ കൊച്ചുണ്ട്, മോളുണ്ട് സഹായത്തിന്. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് മോളുണ്ട്. ഇല്ലെങ്കിൽ മാക്സിമം ഞാൻ തന്നെയാണ് ഇതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എന്തൊക്കെയാ സ്പെഷ്യലുകൾ? ചെറിയ കോംബോയൊക്കെ? അതെ, ചെറിയ കോംബോകളുണ്ട്. സ്പെഷ്യൽ വരുന്ന ചിക്കൻ പെരട്ടാണ്. പിന്നെ ബ്രെഡ് ഓംലേറ്റ് ആണ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. കൊച്ചുങ്ങൾക്ക് ഇത് വലിയ ഇഷ്ടം. അതെ, ബ്രെഡ് ഓംലേറ്റ്, മാഗി, പിന്നെ ദോശയുടെ വെറൈറ്റീസ്, എഗ് ദോശ, ഗീ റോസ്റ്റ്, ചട്നി ദോശ, അങ്ങനത്തെ ഒക്കെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ. സൺഡേ ഇല്ല. ഇപ്പൊ ഇടയ്ക്ക് ഒരു 3 ദിവസം എനിക്ക് അടയ്ക്കേണ്ടി വന്നു, ഗ്യാസ് ഇല്ലാത്തത് കാരണം. അപ്പൊ അത് അവർക്ക് വിറകടുപ്പും കൂടെ. അതെ, വിറകടുപ്പും കൂടി ആക്കി. നേരത്തെ ഉള്ളതാണോ? ഇല്ല, ഇപ്പോഴും ചെയ്തതാ. അതായത് ഇത് നമുക്ക് ഗ്യാസ് കിട്ടാതായ പിന്നെ ഞങ്ങൾ ചെയ്തു തുടങ്ങിയതാണ്. നമുക്കെല്ലാം നിർത്തി വെക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ആളുകൾ ഇങ്ങനെ മുന്നിലേക്ക് വരട്ടെ. സാധാരണ പെൺകുട്ടികൾ കടയും ഒക്കെ ആയിട്ട് വരാൻ ഭയങ്കര മടിയാണ്, തട്ടുകടയൊക്കെ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നല്ല സപ്പോർട്ടും നല്ല രീതിയിൽ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയില്ലേ, എല്ലാവരും ഭയങ്കര, നാട്ടുകാരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ തന്നെ കുട്ടികളും എല്ലാവരും. അവരിപ്പോൾ ഒരു വെക്കേഷൻ ആണെങ്കിൽ തന്നെയും ചേച്ചി ഞങ്ങൾ കാണത്തില്ല, അപ്പോൾ ഒന്ന് നോക്കുവാണേ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വേ ഇല്ലാത്തത് കൊണ്ട്, പാലം പണി നടക്കുന്നതുകൊണ്ട് ആള് ഈ വഴി പോകുന്നത് കുറവാണ്. ബസ് റൂട്ടല്ല ഇപ്പം വന്നിട്ട്. പക്ഷെ ഇതുവരെ വന്ന് കഴിച്ചിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് കൂടുതലും. നമുക്ക് ഉഷാറായിട്ട് പോട്ടെ, ഇനി ഊണും കൂടെ ആവട്ടെ. അതെ, നമ്മളിത് പാലം പണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഫുൾ ഡേ ആക്കാനുള്ള ഒരിതുണ്ട്. ഇപ്പോൾ എന്തായാലും നടക്കട്ടെ. ശരി, താങ്ക് യു. ഇതാണ് നമ്മുടെ 80 രൂപയുടെ കോംബോ അല്ലേ. നമുക്ക് ആദ്യം പെരട്ട് മാത്രം. ഞാൻ കഴിച്ചതാണ് ഒരു വട്ടം, വീട്ടിൽ കൊണ്ടുപോയിട്ട്. ഇവിടെ നിന്ന് കഴിച്ചില്ല. ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഈ പെരട്ട് അടുപ്പയിലായിരുന്നു. എന്തായാലും വന്നതല്ലേ, എന്നാൽ പെരട്ട് കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കുറേ സമയം ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞ്. അപ്പോൾ രസവട, ആദ്യം ഒരു രസവട മേടിച്ചു. അടിപൊളി ടേസ്റ്റുള്ള രസവടയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും രസവട മേടിച്ചു, വീണ്ടും അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടുത്തെ സ്പെഷ്യൽ ഒന്ന് കഴിച്ചു നോക്കുമെന്നും പറഞ്ഞ് ഗായത്രി ഉണ്ടാക്കി തന്നു. അത് കഴിച്ചു. നാരങ്ങ വെള്ളം കുടിച്ചു. പിന്നെ ഈ പെരട്ട് കഴിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ പെരട്ടൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ നിന്നാണ് കഴിച്ചത്. സൂപ്പറായിരുന്നു. ഇപ്പം ഭയങ്കര ചൂട് കേട്ടോ. ഭക്ഷണത്തിന് മാത്രമല്ല, അന്തരീക്ഷം പൊതുവെ ഇങ്ങനെ കൊള്ളുന്ന ഒരു ചൂട്. നമുക്ക് ഇതിങ്ങനെ വല്ലാണ്ട് ഗ്രേവി ഉള്ള ഇതല്ല, പെരട്ടാണ്. നല്ല പെരട്ടി എടുത്തതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയല്ല. എന്നാൽ പക്ഷെ പുട്ടിൻ്റെ കൂടെയൊക്കെ പറ്റുന്ന ഒരു പരുവം. നമുക്ക് അന്ന് വന്ന് ഞാൻ ഫസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കുന്ന ഒരു രസവടയാണ്. ആ രസവട കഴിച്ചപ്പോൾ തന്നെ ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കണ ഇവരോട് ഞാൻ പറഞ്ഞു, സൂപ്പർ കുക്കാണ്. കാരണം നമുക്ക് ചില സാധനങ്ങൾ
ചിലയിടത്ത് ചെന്ന് ചെറിയൊരു സാധനം തരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് അവരുടെ ഒരു സ്കില്ല് അതിനകത്ത് കാണും. ഇപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആവണമെന്നൊന്നുമില്ല. ചില ദിവസം ഇപ്പോൾ നമ്മൾ തന്നെ വെക്കുമ്പോൾ എന്തൊക്കെ വരും. പക്ഷേ എങ്കിലും ചിലയിടത്ത് ചെന്ന് നമുക്കൊരു ചായ തരുമ്പോൾ പാകത്തിന് പാല്, പാകത്തിന് കടുപ്പം, പാകത്തിന് മധുരം, അതൊന്നും നമുക്കറിയാൻ പറ്റും അവരെത്ര സ്കിൽഡ് ആയിട്ടുള്ള ആളാണെന്ന്. ശരിക്കും ഗായത്രി ഭയങ്കര ടാലൻ്റുള്ള, പലതരത്തിൽ ടാലൻ്റുള്ള ഒരു കുട്ടിയാണ്. ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവസാനമാണ് ഇപ്പോൾ ഇവിടെ മോളും കൂടി ഉണ്ട് കട്ടയ്ക്ക് സഹായത്തിനായിട്ട്. അവൾക്കിപ്പോൾ വെക്കേഷൻ ആണല്ലോ. ഇവരമ്മയും മോളും കൂടിയാണ് വൈകുന്നേരം ഒരു 6 മണി മുതൽ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. കൊച്ചു സ്കൂൾ തുടങ്ങിയാൽ കൊച്ചു പോവും. ഇപ്പോഴും ഗായത്രി ഇവിടെ ഉണ്ട്. ഗായത്രി എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ കൂടുതലും കുട്ടികളാണല്ലോ ക്യാമ്പസിൽ പഠിക്കുന്നത്. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൂടെ നടത്തണോണ്ടാണ് ഇതെല്ലാം ചെറിയ ചെറിയ പൈസയ്ക്ക്. കാരണം 50 രൂപയ്ക്കും 80 രൂപയ്ക്കും ഒക്കെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അവർ 2-3 പേരൊക്കെ ചേർന്ന് വന്നിരുന്ന് അങ്ങ് മേടിച്ച് കഴിച്ചേച്ചും പോകും. ഇതാണ് 50 രൂപയ്ക്കുള്ള കോംബോ. 3 ദോശ, രസവട, പപ്പടം, ഓംലേറ്റ്, ചമ്മന്തി, ഇത് മുളക് കറി, അല്ലാണ്ട് നമ്മളെ തേങ്ങ ചമ്മന്തി. ഈ രസവട ഇങ്ങനെ പൊട്ടിച്ച് ഒരു കുഞ്ഞി കഷ്ണം പപ്പടവും കൂടെ ഒടിച്ച്. കഴിഞ്ഞ ദിവസം നമ്മൾ വെള്ളറടയിൽ വീഡിയോ എടുക്കാൻ പോയപ്പോഴേ അവിടെ ഒരു ഇച്ചിരി പ്രായമുള്ള ഒരു അച്ഛൻ അവിടെ നിന്നിട്ട് എന്നോട് പറഞ്ഞു തരാണ് അതിങ്ങനെ പൊട്ടിച്ച് ഇതിങ്ങനെ ആക്കി ഇതിങ്ങനെ മുറിച്ച് ചമ്മന്തിയിൽ മുക്കി ഇങ്ങനെ വേണം കഴിക്കാൻ എന്ന്. നല്ല ചമ്മന്തി, നല്ല രസവട. എന്താണെങ്കിൽ രസവട ഇട്ടിട്ട് കുതിർന്നൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ കുതിരാൻ തുടങ്ങണേ ഉള്ളൂ. എന്നിട്ട് ഞാൻ മേടിച്ച് തിന്നു 2 എണ്ണം. ശരിക്കും 50 രൂപയ്ക്ക് ഈ പിള്ളേർക്കൊക്കെ കഴിക്കാൻ വരുമ്പോഴേ അവർക്കിത് മതിയല്ലോ, ചെറിയ പൈസയ്ക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഞങ്ങൾ 7:45 ഞങ്ങൾ ഇറങ്ങാൻ പോവുക. ഇപ്പോഴാണ് കുട്ടികളൊക്കെ ക്യാമ്പസിലെ കുട്ടികളൊക്കെ വരുന്ന ഒരു സമയം. അവരെല്ലാവരും അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. അവരുടെ ഗായത്രി ചേച്ചിയാണ്. ഉമ്മിണിത്തട്ട് എന്ന് പറഞ്ഞൊരു പേരുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് ഫാൻ കാണിച്ചു തരാം. ഞാൻ ഇതിലാണ് ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നത്. കാരണം ഭയങ്കര സുഖമാണ്. കുറച്ച് ചെറുതാണ്, എന്നാലും നമുക്കിങ്ങനെ ഭയങ്കര ചൂടല്ലേ, ഒരു രക്ഷയില്ല. ഇവിടെ നിറയെ മരങ്ങളുണ്ട്, ഒറ്റ ഇലാനങ്ങളില്ല, അമ്മാതിരി ചൂടാണ്. ഇതുപോലെ നമുക്ക് ചാർജിലിട്ടിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിച്ചോട്ടെ. അതിപ്പോൾ ബജാജിൻ്റെയാണ്. ഇത് മാത്രമല്ല കുറേ കമ്പനിയുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കിട്ടാണ്ട് ഒരു 4 മണിക്കൂർ ഒക്കെ എടുക്കും ഒന്ന് ചാർജാക്കി. 4-5 മണിക്കൂറൊക്കെ ചാർജ് ആവാൻ വേണ്ടി എടുക്കും. 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്നാലും നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഷൂട്ടിനൊക്കെ പോണ സ്ഥലത്ത് കൊണ്ടുപോവുകയാണ്. കാരണം പലയിടത്തും ചെറിയ കടയൊക്കെയല്ലേ, ഫാനൊന്നും ഇല്ലല്ലോ. വിറകടുപ്പൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടാണ്. ഈ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഈ ഭയങ്കര ഒരു ചൂട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ. കറണ്ട് പോയാലും നമുക്ക് കുറച്ച് നേരത്തേക്കൊക്കെ കിട്ടുമല്ലോ, ചാർജ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. പവർ ബാങ്കിലൊക്കെ കണക്ട് ചെയ്യും. ഇപ്പോൾ ചാർജ് തീർന്നിട്ട് ഞാൻ പവർ ബാങ്കിൽ കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. എല്ലായിടത്തേക്കും ചൂടാണ് തോന്നുന്നു. പക്ഷേ ഇന്നലെ എറണാകുളത്തൊക്കെ മഴ പെയ്തു എന്ന് അച്ഛൻ ഫോൺ വിളിച്ചത് പറഞ്ഞു. അങ്ങനെ കുറേ സ്ഥലത്ത് എവിടേക്കൊക്കെ മഴ പെയ്തവരൊക്കെ ഭാഗ്യവാന്മാർ. നമുക്ക് മഴ കിട്ടിയിട്ടില്ല. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഇവിടുത്തെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ നമ്പറും കൂടി വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ടൊക്കെ വരണമെങ്കിൽ, സിറ്റിയിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ വരണമെങ്കിൽ വിളിച്ച് ചോദിക്കാം. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.